നമ്മൾ മലയാളികൾ കുറച്ച് വെജിറ്റബിൾ കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഒരു അവിയൽ ഉണ്ടാക്കാം എന്നാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക. അപ്പോൾ ഇന്ന് നമ്മളൊരു അവിയൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ള റെസിപ്പിയാണ് ഞാൻ ഇവിടുത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെജിറ്റബിളാണ്. എല്ലാ വെജിറ്റബിളും നല്ല നീളത്തിലാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഒരുപാട് കനമൊന്നും കൂടണ്ട, ഇതിങ്ങനെ കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. ഇനി ഏതൊക്കെ വെജിറ്റബിളാണ് ഞാൻ എടുക്കുന്നതെന്ന് പറയാം. ആദ്യമായി ഇതിലേക്ക് ഒരു ക്യാരറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ 2 ചേമ്പ്, 2 ഉരുളക്കിഴങ്ങ്, ഒരു 2 പച്ചക്കായ ഉണ്ട് ഇത്, പിന്നെ 2 വഴുതനങ്ങ, ഒരു ചെറിയ വെള്ളരിയാണ് ഇത്, ഒരു സവാളയുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 10 കോവയ്ക്കയും 10 ബീൻസും എടുത്തിട്ടുണ്ട്. ഇതിനൊന്നും ഇത്ര അളവൊന്നും ഇല്ല കേട്ടോ, നമ്മുടെ കയ്യിലുള്ളതനുസരിച്ച് ഇടാം. പിന്നെ ഇത് 4 പച്ചമുളകുണ്ട്. ഇതിന് എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ 4 എടുത്ത്. പിന്നെ നമ്മൾ അരപ്പ് തയ്യാറാക്കുമ്പോൾ അതിലേക്ക് ഒരു 2 പച്ചമുളക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് എരിവൊന്നും കൂടാതെ നമുക്ക് നോക്കാം. പിന്നെ ഇനി അടുത്തതായിട്ട് തക്കാളിയാണ് എടുക്കുന്നത്. തക്കാളി നമ്മളിപ്പോൾ എടുത്താലും ഇത് ആദ്യം നമ്മൾ വേവിക്കുന്ന സമയത്ത് ചേർക്കില്ല. ഒരു പച്ചക്കറിയൊക്കെ ഒരു അര വേവായതിന് ശേഷം മാത്രമേ ചേർക്കുള്ളൂ. പിന്നെ നമ്മുടെ കേരളത്തിൽ പല സ്ഥലത്തും പല രീതിയിലാണ് അവിയൽ ഉണ്ടാക്കുന്നത്. ചിലർ ഇതിന് പകരം തൈര് ചേർക്കുന്നവരും ഉണ്ട്. പക്ഷെ ഞാൻ തക്കാളിയാണ് ചേർക്കുന്നത്. ഇനി അടുത്തതായിട്ട് പാത്രം എടുത്തിട്ട് നമ്മൾ ഈ പച്ചക്കറിയെല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ഇപ്പോൾ ചേർക്കുന്നത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ആവശ്യത്തിന് ഉപ്പ്. പിന്നെ 2 ടേബിൾ സ്പൂൺ, 2 തൊട്ട് 3 ടേബിൾ സ്പൂൺ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിനെ നമ്മൾ നന്നായിട്ട് ഈ പച്ചക്കറി എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും വെളിച്ചെണ്ണയും എല്ലായിടത്തും എത്തുന്ന വരെ നമുക്കതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അടുത്തതായിട്ട് ഇതിലേക്കൊരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ ആവിയിൽ വേവുന്നതിനാണ് അവിയലെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമ്മളിതിനെ അടുപ്പിലേക്ക് മാറ്റി മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ച് നമ്മളിതിനെ വേവിക്കാൻ പോവുകയാണ്. അരപ്പ് തയ്യാറാക്കുന്നതിനായിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുത്തു. പിന്നെ 1 ടേബിൾ സ്പൂൺ ജീരകപ്പൊടി, അര കപ്പ് അല്ലെങ്കിൽ ഒരു മുറി തേങ്ങ, പിന്നെ ഒരു 8 മുതൽ 10 വരെ അല്ലി ചുമന്നുള്ളി, ഒരു 2 പിടി കറിവേപ്പില, ഇത്രയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ അരച്ചെടുക്കാം. വെള്ളം ചേർക്കില്ല നമ്മൾ അരച്ചെടുക്കുമ്പോൾ. ഈ അരപ്പ് ഒന്ന് കറങ്ങി വന്നാൽ മതി നന്നായിട്ട്, അല്ലാതെ നമ്മൾ കൂടുതൽ സമയം ഇട്ട് അരച്ചങ്ങ് പേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിനെ നമ്മുടെ വെജിറ്റബിളിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ വെജിറ്റബിൾ ഒരു പകുതി വേവായിട്ടുണ്ട്. നമുക്ക് കാണാം നല്ലതായിട്ട് വെള്ളമൊക്കെ തിളച്ച് വരുന്നുണ്ട്, ആവി വരുന്നുണ്ട്. അപ്പം നമുക്കതിലേക്ക് ഇനി തക്കാളിയാണ് നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. തക്കാളി ചേർത്തതിന് ശേഷം നമ്മൾ വീണ്ടും ഇതിനെ അടച്ച് വെച്ച് വേവിക്കാം. പിന്നെ ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നമുക്ക് ഇടയ്ക്ക് നോക്കണം. പിന്നെ ഒരുപാട് ഇട്ട് ഇളക്കി മറിക്കേണ്ട, അന്നേരം ഇതങ്ങ് ഉടഞ്ഞു പോകും. അപ്പോൾ ഇനി നമുക്ക് അരപ്പ് ചേർക്കാനുള്ള സമയമായിട്ടുണ്ട്. നമ്മൾ അരപ്പ് ചേർക്കുകയാണ്. അരപ്പ് ചേർത്തതിന് ശേഷം ഒന്ന് മയത്തിൽ വേണം നമ്മളിതിനെ ഇളക്കി കൊടുക്കാൻ. അതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് ഒരു മിനിറ്റ് തൊട്ട് 2 മിനിറ്റ് വരെ ഇതിനെ ഒന്ന് വേവിക്കണം. എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ മാത്രമാണ് നമ്മളിതിനെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. ഇപ്പം നോക്കുക, നന്നായിട്ട് അത് ഇളകുണ്ട്. ആ അരപ്പൊക്കെ കയറുമ്പോൾ തന്നെ നന്നായിട്ട് ഒരു കളറും ഒക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് ഇതിലേക്ക് ഇടാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ ഇടുന്നത് പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. എപ്പോഴും വെളിച്ചെണ്ണ ഇതിൻ്റെ ഒരു മെയിൻ സാധനമാണ്. അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നിർത്താം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുരിങ്ങയ്ക്ക ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലൊരു ടേസ്റ്റും മണമൊക്കെയാണ്. പക്ഷേ എനിക്ക് ഈ പ്രാവശ്യം ഷോപ്പിങ്ങിന് പോയപ്പോൾ മുരിങ്ങയ്ക്ക കിട്ടിയില്ല. ഇവിടെ എപ്പോഴും ഒന്നും അവൈലബിളൊന്നും അല്ല, ചില സമയത്ത് മാത്രമൊക്കെ കിട്ടുള്ളൂ. ഇപ്പോൾ ഈ കൊറോണയൊക്കെ ആയതുകൊണ്ട് വെജിറ്റബിൾസൊക്കെ നമുക്ക് പുറത്തുനിന്ന് വരുന്നതൊക്കെ കുറവാണ്. അതുകൊണ്ട് ഞാൻ മുരിങ്ങയ്ക്ക ഇട്ടില്ല. പക്ഷേ നാട്ടിലാണെങ്കിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. എല്ലാ വെജിറ്റബിളും നമ്മൾ ഇതിനകത്തിലിടും. ചേമ്പിൻ്റെ തണ്ട് വരെ ഇട്ട് അവിയൽ വെക്കുന്നതുണ്ട്, ആൾക്കാരുണ്ട്. ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ.